പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എങ്ങനെയാണ് നമ്മളിൽ വിശുദ്ധീകരണം നടക്കുന്നത്? യേശുവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3 യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 യേശു പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദിവ്യകാരുണ്യത്തിൽ ഈശോ ജീവനോടെ വസിക്കുന്നുണ്ട്. യോഗ്യതയോടെ ദിവ്യകാരുണ്യം നാം സ്വീകരിക്കുമ്പോൾ നമ്മിൽ വിശുദ്ധീകരണം നടക്കും. യോഹന്നാൻ 17:17 യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 1:1 ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 തിരുവചനം പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വചനം മാംസമായതാണ് നമ്മുടെ ഈശോനാഥൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈശോ ജീവനോടെ വസിക്കുന്ന ദിവ്യ കാരുണ്യത്തിലൂടെയും നമുക്ക് വിശുദ്ധീകരണം ലഭിക്കും. 1 തെസ്സലോനിക്ക 4:3 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 1 തെസ്സലോനിക്ക 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനോ ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാനോ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14 തിരുവചനം പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. തുടർന്ന് പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. നാം നമ്മുടെ ഹൃദയത്തിൽ അറിഞ്ഞും അറിയാതെയും സൂക്ഷിക്കുന്ന വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, സ്വാർത്ഥത, അഹങ്കാരം ഇതെല്ലാം നമ്മെ അശുദ്ധരാക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നാം നിത്യം ദേവാലയത്തിൽ വരുന്നത് കൊണ്ടോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നമുക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ എന്ന്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.